السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് യാസീൻ 55 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أصحاب الجنة اليوم في شغل فاكهون. هم وأزواجهم في ظلال على الأرائك متكئون. لهم فيها فاكهة ولهم ما يدعون. سلام قولا من رب رحيم. إن أصحاب الجنة اليوم في شغل فاكهون. هم وأزواجهم في ظلال على الأرائك متكئون. لهم فيها فاكهة ولهم ما يدعون. سلام قولا من رب رحيم. കഴിഞ്ഞ ആയത്തുകളിൽ ഖിയാമത്ത്, അതേപോലെ ബഅ്സ്, ഉയർത്തെഴുന്നേൽപ്പും ലോകാവസാനവുമാണ് പരാമർശിച്ചിരുന്നത്. സൂര്യൻ ഊതപ്പെടുമ്പോൾ എല്ലാവരും മരിച്ചു വീഴുന്നതും രണ്ടാമത്തെ ദിവസം എല്ലാവരും എഴുന്നേൽക്കുന്നതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫൽയൗമ ലാ തുസ്ലം നഫ്സുൻ ശൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. അന്ന് ആരോടും ലവലേശം ദുൽമ ചെയ്യപ്പെടുകയില്ല, അവർ ചെയ്തു വെച്ചതിനല്ലാതെ അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല എന്ന ആശയമാണ് അവസാനത്തെ ആയത്തിൽ ഉള്ളത്. ഇനി ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗ്ഗത്തിന്റെ ആളുകൾ, സ്വർഗ്ഗാവകാശികളായ ആളുകൾ, اليوم അന്നേ ദിവസം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഫീ ശുഗ്ലിൻ, പല ശുഗ്ലുമായി ജോലിത്തിരക്കിലായിക്കൊണ്ട് ഫാകിഹൂൻ, സന്തോഷിക്കുന്നവരായിരിക്കും എന്നാണ്.
അന്നവർ സ്വർഗാവകാശികളായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ടെൻഷനുകളോ മറ്റു ആലോചനകളോ ഒന്നുമില്ല. അവർ സന്തോഷഭരിതരായി ആ ആനന്ദം അനുഭവിക്കുന്ന, ആ സ്വർഗീയമായ സുഖം അനുഭവിക്കുന്ന അതിലായിരിക്കും പിന്നെ അവരുണ്ടാവുക. അവർക്ക് പിന്നെ മറ്റ് യാതൊരു ചിന്തകളോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റു വല്ല കാര്യത്തിൽ ഇടപെടലുകളോ ഒന്നുമില്ല. അതാണ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനൊന്നും, മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങളോ മറ്റുള്ള ആളുകളുടെ സാഹചര്യങ്ങളോ അതൊന്നും ചിന്തിക്കാതെ, അതിലേക്കൊന്നും ആലോചിക്കാതെ അവരവരുടേതായ ശുഗലിലായി അവർ മുഴുകിക്കൊണ്ടിരിക്കും. ഫാക്കിഹൂൻ എന്ന് പറഞ്ഞാൽ സന്തോഷഭരിതരായി കഴിയുന്നവർ. ഫാക്കിഹൂൻ ചിരിയും കളിയും തമാശയുമായി സന്തോഷിച്ചു കഴിയുന്നതാണ് ഫാക്കിഹൂൻ എന്ന് പറയുക. അവരങ്ങനെ സ്വർഗത്തിൽ ആ സ്വർഗീയമായ സുഖങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും അതിലങ്ങനെ സന്തോഷഭരിതരായി കൊണ്ടിരിക്കുമെന്നാണ് ഫീ ശുഗുലിൻ ഫാക്കിഹൂൻ എന്ന് പറയുന്നത്. അല്ല, ഇത് ഫഖഹ എന്ന പദത്തിലുള്ള ഇസ്മു ഫാഇലാണ്. ഫഖഹ എന്ന പദത്തിന്റെ ഫാഇല രൂപമാണ് ഫാക്കിഹ്. അതിന്റെ ബഹുവചനമാണ് ഫാക്കിഹൂൻ എന്നുള്ളത്. മറ്റൊരു ഇസ്മാണ് ഫാക്കിഹത്ത് എന്നുള്ളത്. ഇസ്മാണ് ഫാക്കിഹത്ത് ഫവാക്കിഹ്, പഴങ്ങൾ എന്നുള്ളത്. ഇത് ഫഖഹ വഹിക, ചിരിച്ചു എന്നർത്ഥമുണ്ട്. അതേപോലെ അവര് പിന്നെ നല്ല സംസാരങ്ങള്, തമാശകള്, അതിനൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് ഫാക്കിഹൂൻ എന്നുള്ളത്. ഫഖിഹൂൻ എന്ന് ഉപയോഗിക്കാം, രണ്ടും പറയാം. ഫഖിഹൂൻ അല്ലെങ്കിൽ ഫാക്കിഹൂൻ രണ്ട് രൂപത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ഒരു തമാശ പറയുക, ചിരിക്കുക, കളികളിൽ ഏർപ്പെടുക. അതേപോലെ ഇതാക്കാണ് ത്വയ്യിബൻ നഫ്സി ലഹൂകൻ. സാധാരണ റജുലുൽ ഫഖീഹ് എന്ന് പറയും. എപ്പോഴും അയാൾ നല്ല സന്തോഷവും സമാധാനവും മാത്രമുള്ള, എപ്പോഴും ചിരിക്കുന്ന ഒരാൾക്ക് റജുലുൽ ഫഖീഹുൻ എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർ ആ സന്തോഷഭരിതരായി ഓരോ സുഖത്തിലായിരിക്കും അവർ എന്നാണ് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അവിടെ ഇണകളോടൊപ്പം കുടുംബത്തോടൊപ്പം അവരങ്ങനെ ഉല്ലസിച്ചും ആനന്ദിച്ചും ഒക്കെ അവർ കഴിഞ്ഞുകൂടുന്നു. അതാണ് ഇവിടെ പറഞ്ഞ ഫാക്കിഹൂൻ എന്ന് പറഞ്ഞ ഫാക്കിഹൂൻ. അവർ ഓരോ സുഖത്തിലായിക്കൊണ്ട് മുഴുകി വ്യാപൃതരായിക്കൊണ്ടിരിക്കും. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഹും അവർ വഅസ്വാജുഹും അവരുടെ ഇണകളും, അവരും അവരുടെ ഇണകളും ഫീ ദിലാലിൻ തണലുകളിലായി അലൽ അറായികി ചാരുകസേരയിൽ സോഫകളിൽ മുത്തഖിഊൻ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. മറ്റേ യാതൊരു ടെൻഷനുകളുമില്ല. അവരും ഒരു ഇണകളും അങ്ങനെ ആസ്വദിക്കുന്ന, അവരൊന്നിച്ച് ആ സ്വർഗീയമായ തണലുകളിൽ സ്വർഗീയമായ ചാരുകസേരകളിൽ ഇരുന്ന് ആനന്ദിച്ചുകൊണ്ട് അത്തരം ആനന്ദങ്ങളിൽ മുഴുകയായിരിക്കും അവർ ചെയ്യുക. അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഫസ്സിറുകൾ പലരും പറഞ്ഞത് ഇവിടെ പറഞ്ഞ സുഖല് എന്ന് പറഞ്ഞത് ഒന്ന് ആ ഇണകളോടൊപ്പമുള്ള ജീവിതം തന്നെയാണ്. അവിടെയുള്ള ഇണകളുടെ കൂടെ ജീവിക്കുകയും അവരുമായി സംയോഗത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുക, അത് തന്നെയാണ് ഒന്നാമത്തെ സുഖൽ എന്ന് കാണാൻ കഴിയും. അബൂ സഈദ് ഖുദൈക്ക് പറഞ്ഞു കാണാം, ഇന്ന അഹ്ലൽ ജന്ന കുല്ലമാ ജാമഉ നിസാഅഹും ഉദ്ന അബ്കാറ. അവർ ആ ഇണകളുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും അവർ കന്യകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ അതിൽ മുഴുകി അവർ ജീവിക്കും. മാത്രമല്ല യാതൊരു മടുപ്പുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ അവർക്ക് യഥേഷ്ടം അങ്ങനെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് കഴിയുന്നതാണ്. ലഹും ഫീഹാ ഫാക്കിഹ വലഹും മാ യദ്ഊൻ. ലഹും അവർക്കുണ്ട് ഫീഹാ ആ സ്വർഗ്ഗത്തിൽ ഫാക്കിഹ പഴവർഗ്ഗങ്ങൾ അവർക്കുണ്ട്. വലഹും മാ യദ്ഊൻ. വലഹും അവർക്കുണ്ട് മാ യദ്ഊൻ അവർ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന എന്തുണ്ടോ അതെല്ലാം അവർക്കുണ്ട് താനും. മാ യദ്ഊൻ, മാ എന്നത് എല്ലാം എന്നർത്ഥം. അവിടെ മാ യദ്ഊന ഇദ്ദഅ, ഇദ്ദഅ വാദിച്ചു, ആവശ്യപ്പെട്ടു, ചോദിച്ചു, ആഗ്രഹിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് ഇദ്ദഅ എന്ന പദത്തിന്. അവർ എന്ത് ആഗ്രഹിക്കുന്നുവോ ഇച്ഛിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്ന എല്ലാം അവർക്ക് അവിടെ ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ ചോദിക്കുന്ന
എല്ലാം അവർക്ക് അവിടെ ലഭിക്കും എന്നാണ്. അപ്പൊ എന്ത് അവർ ആഗ്രഹിച്ചാലും അതെല്ലാം അവർക്ക് അവിടെ ലഭ്യമാണതാണ്. ആ നിലക്ക് അവർ സ്വർഗീയമായ ആനന്ദങ്ങളിൽ മുഴുകി അവർ അവിടെ സുഖമനുഭവിച്ചുകൊണ്ട് അവർ കഴിച്ചു കൂട്ടുന്നു എന്നാണ് ഈ ആയത്തിലെ പൊതുവായ ആശയം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണാം, ഇന്ന റജുല മിൻ അഹ്ലിൽ ജന്ന ല യുആനിഖു ലഹൗറാഅ 70 സന ലാ യമല്ലുഹാ വലാ തമല്ലുഹു. തങ്ങളുടെ ഇണകളുമായി ഹൂറുകളുമായി 70 കൊല്ലം ആലിംഗനം ചെയ്താലും മടുപ്പില്ലാത്ത വിധം അവർക്ക് അവിടെ ആസ്വദിക്കാൻ കഴിയും. കുല്ലമാ അതാഹ വജദഹ ബിക്ര വകുല്ലമാ റജഅ ഇലൈഹാ ആദത് ഇലൈഹി ശഹവതുഹു. എത്ര തവണ സമീപിച്ചാലും വീണ്ടും അവർ കന്യകത്വം അവരിലേക്ക് തിരിച്ചു വരും. ചെല്ലുമ്പോഴൊക്കെയും അവർക്ക് ആ വൈകാരിക അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ്. അല്ലാതെ ഒരു മടുപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ആ നിലക്കുള്ള സ്വർഗീയ ആനന്ദങ്ങൾ അല്ലാഹു തആല വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് അതിൽ മതിമറന്ന് അതിൽ സന്തോഷിച്ച് ആനന്ദിച്ച് കഴിഞ്ഞുകൂടുന്നവരാണ് അസ്ഹാബുൽ ജന്ന. ഇന്ന അസ്ഹാബുൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗീയ ആളുകൾ അന്നേ ദിവസം അവരുടെ പല സുഖത്തിലായിക്കൊണ്ട് പലതരം കാര്യങ്ങളായി വ്യാപൃതമായിക്കൊണ്ട് സന്തോഷഭരിതരായി കഴിയുന്നവരാണ് അവർ മാത്രമല്ല ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും, സൗജുൻ ജംആണ് അസ്വാജ് അറിയാമല്ലോ, അവരും അവരുടെ ഇണകളും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ദിലാൽ ദുല്ലത്തുൻ എന്നൊരു ബഹുവചനമാണ് ദിലാൽ എന്നുള്ളത്. അവർ ആ സ്വർഗീയമായ തണലുകളിൽ ചാരുകസേരകളിൽ മുത്തഖിഊന ചാരിയിരിക്കുന്നവരാണ്. ഇത്തഖഅ എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുന്നു. ഇത്തഖഅ അതിൽ നിന്നാണ് മുത്തഖി ചാരിയിരിക്കുന്നവൻ, മുത്തഖിഊന ചാരിയിരിക്കുന്നവർ. മുത്തഖി മറ്റാണ് തഖവല്ലാൻ ഖാഫാണ്, പുള്ളിയുള്ള ഖാഫ്, ഇത് കാഫാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുന്നവൻ എന്നാണ്. മുത്തഖിഊൻ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. ലഹും ഫീഹാ ഫാകിഹ, അവർക്ക് അവിടെ പഴവർഗ്ഗങ്ങളുണ്ട്. വലഹും മാ യദ്ഊൻ, അവർ ആവശ്യപ്പെടുന്ന അവർ ഇച്ഛിക്കുന്ന എല്ലാം അവർക്ക് ഉണ്ടതാനും. അതിനെല്ലാം പുറമെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ സമാധാന വചനവുമുണ്ട്, ഖൗലൻ വാക്കാൽ തന്നെ, മിർ റബ്ബിർ റഹീം റഹ്മാനായ റബ്ബിൽ നിന്ന് വാക്കാലുള്ള സലാം. സലാമുൻ ഖൗലൻ വാക്കാലുള്ള സലാമുണ്ട്, മിർ റബ്ബിർ റഹീം റഹീമായ റബ്ബിൽ നിന്ന്. അതാണ് ഏറ്റവും വലിയ നേട്ടം. അല്ലാഹുവിനെ കാണുക, അല്ലാഹു സലാം പറയുക, സ്വർഗീയ ആളുകളിൽ ലഭിക്കുന്ന വല്ലാത്തൊരു അനുഭൂതിയുള്ള കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചകവചനങ്ങളും ഒക്കെ അത് പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു തആല അവരോട് സലാം പറയുമെന്നാണ്. സലാം അല്ലാഹു തആല സ്വർഗീയ ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് സലാം, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന എന്ന് അല്ലാഹു തആല പറയുമെന്ന് ചില ഹദീസ് വിശദീകരണങ്ങൾ കാണാൻ കഴിയുന്നു. സ്വർഗാവകാശികളെ നിങ്ങൾക്ക് സലാം എന്ന് അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹുവിന്റെ നാമമാണ് സലാം. അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം. അല്ലാഹുവേ നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം. അല്ലാഹു സലാമാണ്, അല്ലാഹുവിൽ നിന്നാണ് സലാം ഉണ്ടാവുക. അപ്പോൾ ആ സ്വർഗ്ഗത്തിലെ പേരും ദാറുസ്സലാം എന്നാണ്. സ്വർഗ്ഗത്തിലെ പേരാണ് ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം. ദാറുസ്സലാം ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം. ഉപയോഗിച്ചവർക്ക് റബ്ബിന്റെ പക്കൽ ദാറുസ്സലാം ഉണ്ട്, സമാധാന ഭവനമുണ്ട് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അപ്പോൾ ആ റബ്ബിൽ നിന്ന് തന്നെ ഖൗലാൽ സലാം ഉണ്ടാകും, വാക്കാൽ സലാം ഉണ്ടാകും. അല്ലാഹു തആല ലേഖിതരെ പ്രത്യക്ഷപ്പെടുകയും സ്വർഗീയ ആളുകളോട് സംസാരിക്കുകയും അവർക്ക് സലാം പറയുകയും ചെയ്യും എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. ഇമാം മുസ്ലിം ഹദീസിൽ ആ ആശയം സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല സ്വർഗാവകാശത്തിൽ അല്ലാഹു സുബ്ഹാനഹു യൂനുസിൽ പറഞ്ഞു, ഇല്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ. ഇല്ലദീന അഹ്സനു നന്മ ചെയ്ത ആളുകൾക്കുണ്ട് അൽ ഹുസ്ന ഏറ്റവും മെച്ചപ്പെട്ടതുണ്ട്, വസിയാദ അധികവുമുണ്ട് എന്നാണ്. ഏറ്റവും മെച്ചപ്പെട്ടതുണ്ട്, അധികവുമുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് പറഞ്ഞാൽ
അൽ ജന്ന, സ്വർഗ്ഗമുണ്ട്. ഇല്ലദീന അഹ്സനു, നന്മ ചെയ്തവർക്ക് അൽ ഹുസ്ന, ഏറ്റവും നല്ലതുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമുണ്ട്. വസിയാദ, അധികമായി മറ്റൊന്നുണ്ട്. അപ്പൊ സ്വർഗ്ഗമുണ്ട്, പിന്നെന്താണ് അധികം? ആ അധികം ഇതാണ് അല്ലാഹുവിൽ നിന്നുള്ള സലാം, അല്ലാഹുമായുള്ള സംസാരം, അല്ലാഹുവിനെ കാണുക. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ എന്നല്ല പറഞ്ഞല്ലോ. ചില മുഖങ്ങളെന്ന് പ്രശോഭിക്കുന്നതായിരിക്കും, തങ്ങൾ റബ്ബിനെ നോക്കിക്കാണുന്നവരായിരിക്കും എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പൊ ആ സിയാറത്താണ് അല്ലാഹുവിനെ കാണുക എന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കുക. റബ്ബേ, ഞങ്ങൾക്ക് എന്ത് ചോദിക്കാനാണ്? എല്ലാം കിട്ടിയല്ലോ, ഇനി എന്താണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്ന് അവർ പറയുമ്പോൾ റബ്ബിനെ കാണാനുള്ള അവസരം അല്ലാഹു നൽകുമെന്നും അതിനേക്കാളും വലിയ ഒരു മറ്റൊന്നും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല, അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമെന്നൊക്കെ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. റബ്ബിനെ കാണുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ആരാധിച്ച പ്രാർത്ഥിച്ച റബ്ബിനെ നിൽക്കുന്നതിനെ കാണുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. നബിയെ കാണും, സ്വഹാബിമാരെ കാണും, അതേപോലെ വലിയ 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 മഹത്തുക്കളായ സ്വാലിഹീകളായ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ കാണാനുള്ള അവസരം കിട്ടും സ്വർഗത്തിൽ. അതോടൊപ്പം പടച്ച റബ്ബിനെ കാണാൻ കൂടി അവസരം ഉണ്ടാകും. അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ റബ്ബിൽ നിന്നുള്ള വാക്കാലുള്ള സലാം, സലാമുൻ ഖൗലൻ, ഖൗലിനാൽ വാക്കാലുള്ള സലാം മിർ റബ്ബിർ റഹീം, റഹീമായ റബ്ബിൽ നിന്ന് വാക്കാലുള്ള സലാമുണ്ട്. ഇതെല്ലാം സ്വർഗാവകാശം ലഭിക്കുന്ന നേട്ടമാണ്. ഇനി അടുത്ത ആയത്ത് മുതൽ നരകാവകാശങ്ങളെ കുറിച്ചുള്ള പ്രതിപാദനമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മൊത്തം അർത്ഥം, ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗ്ഗത്തിന്റെ ആളുകൾ, അൽ യൗം, അന്നേ ദിവസം, ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ, വ്യത്യസ്ത ജോലികളിലായി സന്തോഷഭരിതരായിരിക്കും അവർ. ഹും വഅസ്വാജുഹും, അവരുടെ ഇണകളും, ഫീ ദിലാലിൻ, തണലുകളായി, അലൽ അറായികി മുത്തഖിഊൻ, ചാരുകസേരകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. അരീക്കത്തും ജമ്മാണ് അറായിക്, നേരത്തെ പഠിച്ചു പോയ വാക്കാണ് അറായിക്. ഏകവചനം അരീക്കത്ത്, സോഫകള്, ചാരുകസേരകള്, അതിനൊക്കെയാണ് സാധാരണ അരീക്ക എന്ന പദം ഉപയോഗിക്കുക. ലഹും ഫീഹാ ഫാക്കിഹ, അവർക്കതിൽ പഴങ്ങളുണ്ട്. വലഹും മാ യദ്ഊൻ, അവർ ആശിക്കുന്ന ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് അവിടെ ഉണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, കരുണാവാരിയായ റബ്ബിൽ നിന്നുള്ള വാക്കാലുള്ള സലാമും അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. سبحانك اللهم. السلام عليكم.